ഹരിനാമം ചൊല്ലുമ്പോൾ തിളങ്ങുന്ന ദീപം മലർചുണ്ടിൽ തുളുമ്പുന്ന മുളം തണ്ടുമായി മണിക്കണ്ണൻ വിരുന്നെത്തി. നീതു ചായ. ആ ഏട്ടാ ദാ വരുന്നു. ഏട്ടാ ദാ ചായ. ആ തനു ഇതുവരെ എഴുന്നേറ്റില്ലേ നീതു? ഇല്ല ഏട്ടാ, ഇനി ചെന്നിട്ട് വേണം അവളെ കുത്തി എഴുന്നേൽപ്പിക്കാൻ. തനു തനു എഴുന്നേക്ക്. അമ്മ ഒരു 5 മിനിറ്റ്. ദേ പെണ്ണെ, തണുത്ത വെള്ളം കോരി ഒഴിക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് എഴുന്നേറ്റോ. ഓ എൻ്റെ പൊന്നമ്മ, കടുങ്കയൊന്നും ചെയ്തേക്കരുതേ. അല്ല തനു, ഇന്നലെ നീ എത്ര മണിക്കാ കിടന്നത്? അത് ഞാനൊരു 10 മണിയൊക്കെ ആയപ്പോ കിടന്നല്ലോ. എന്താ അമ്മ? അപ്പോ ഞാൻ ഇന്നലെ പാരാത്രി ബാൽക്കണി കണ്ടതോ നിന്റെ പ്രയത്നായിരിക്കും അല്ലേ? കണ്ടായിരുന്നല്ലേ? പാവം എൻ്റെ ആദി, നിന്നെ സഹിക്കുന്നതിന് അവക്കൊരു അവാർഡെങ്കിലും കൊടുക്കണം. പാവം എൻ്റെ അച്ഛൻ ഒരു ഓസ്കാർ അവാർഡെങ്കിലും കൊടുക്കണം. ഡിഡി അല്ലമ്മ, എൻ്റെ ചേച്ചിക്കുട്ടി എവിടെ? രാവിലെ തന്നെ കണ്ണനെ കാണാൻ പോയിട്ടുണ്ട്. ഓ പോയോ? തിരിച്ചിനി വരുന്നത് എങ്ങനെയാണോ എന്തോ. എങ്ങനാണേലും നിന്നെ ഈ കോലത്തിൽ കണ്ട അവള് വലിച്ചീറി ഒട്ടിക്കും. പോയി കുളിക്ക് പെണ്ണേ. ഓ കുളിക്കാനൊന്നും ഒരു മൂടില്ലമ്മ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, അറ്റ്ലീസ്റ്റ് ആ പല്ലെങ്കിലും ഒന്ന് തേക്കെൻ്റെ തനു. ശ്രമിക്കാം. നീ എന്തേലും ചെയ്, ഞാൻ പോവാ. താഴേക്ക് വന്നേക്കണം കേട്ടല്ലോ. രാവിലെ പോയ സാധനം തിരിച്ചിനി നാഗവല്ലിയായിട്ട് വരാതിരുന്നാ മതിയായിരുന്നു. എന്റെ കണ്ണാ, ഇന്നെന്താ ഇത്ര തിരക്ക് ഇവിടെ? മോളെ ഞാനിവിടെ നിന്നോട്ടെ മോളെ, ഒരുപാട് നേരം നിൽക്കാൻ പറ്റാത്തോണ്ടാ. അതിനെന്താ, അമ്മ ഇവിടെ നിന്നോ? ഏയ് ഇത്രയും പേർക്ക് ഇനി പ്രവേശനമുള്ളൂ. അതെന്താ? അതൊരു VIP വരുന്നോണ്ട് ഇത്രയും പേർക്ക് ഇന്ന് അകത്തേക്ക് കയറാൻ പ്രവേശനമുള്ളൂ. അതെന്തൊരു പണിയാ? അതൊന്നും പറഞ്ഞാൻ പറ്റില്ല, എന്നെ ജസ്റ്റ് ഒന്ന് കയറ്റിവിടൂ പ്ലീസ്. കുട്ടിയോടല്ലേ പറഞ്ഞത്? പറ്റില്ല, കുട്ടി പോയിട്ട് പിന്നെ വാ. എന്ത് പണിയാ കണ്ണാ നീ തന്നത്? കുട്ടിയോടല്ലേ പറഞ്ഞേ, പോയിട്ട് നാളെ വാ. ഓ ഞാൻ പോവാ. തൃപ്തിയായല്ലോ അല്ലേ? നിന്നെ കാണാൻ വേണ്ടിയല്ലേ കണ്ണാ ഞാൻ ഇത്രയും തിരക്കിട്ട് ഓടി വന്നത്. എന്നിട്ടോ വാതൊക്കെ വരെ കൊണ്ടെത്തിച്ചിട്ട്. ചിരിച്ചോ, നിന്റെ കുറുമ്പ് വല്ലാണ്ട് കൂടുന്നുണ്ട്. ഇതിനൊക്കെ ചേർത്ത് ഞാൻ തരുന്നുണ്ട്. എന്തായി മോളെ, കണ്ണനെ കണ്ടോ? ഏട്ടാ ഇവളെന്നെ വിഴുങ്ങൂ. പറയാൻ പറ്റില്ല നീതു. ചേച്ചി കണ്ണനെ കണ്ണുനിറയെ കണ്ടോ? ആടി കണ്ട്. ദേ വീടിന്റെ വാതിൽ വരെ എന്നെ കൊണ്ടാക്കിയിട്ടാ പോയത്. ആണോ? അല്ല എന്താ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ കുളിച്ചിട്ടൊന്നുമില്ലേ? നിനക്ക് കുളിക്കാൻ വേണ്ട, നനയ്ക്കാൻ വേണ്ട, ഇങ്ങനെ നിന്നാ മതിയോ? ഇന്റർവ്യൂ ഒന്നും പോകണ്ടേ? ഇങ്ങനെ നിക്ക്. ചെല്ലടി, ഇപ്പൊ കുളിച്ചിട്ട് പാടി ചെല്ല. ചേച്ചി. ഇത് നാഗവല്ലിയൊന്നുമില്ല, എന്തോ കൂടിയതാ. ഏട്ടാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാവേ. നിക്ക്, ഞാൻ വരാടി. അമ്മ അച്ഛാ ഞങ്ങൾ പോയിട്ട് വരാം. മക്കളെ നിങ്ങൾ ചെല്ല്. അപ്പം മമ്മി ഡാഡി ഞങ്ങൾ പോയിട്ട് വരാം. ഓ ആയിക്കോട്ടെ, മതിയടി വാ. മോളെ താനു, ചേച്ചി മോളെ എഴുന്നേക്ക്. അനു നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല ചേച്ചി, കുഴപ്പമില്ല. അയ്യോ കൈപൊട്ടി ചോര വരുന്നല്ലോ. ഇവന്മാരെന്ന് ഞാൻ. ചേച്ചി വേണ്ട, നീ വിട്. ഡോ ഇങ്ങോട്ട് ഇറങ്ങടോ.
കണ്ണ് കണ്ടൂടെ? ഒരാളെ ഇടിച്ചിട്ടൊന്നും പോരാ. എന്നിട്ട് അറ്റ്ലീസ്റ്റ് അവർക്ക് എന്തെങ്കിലും പറ്റുമെന്നെങ്കിലും അറിയാൻ വേണ്ടി ഇറങ്ങി ഒന്ന് നോക്കിക്കൂടെ? വാ എഴുന്നേക്ക്. ആ എന്തേലും പറ്റിയോ? ഏയ് കുഴപ്പമില്ല. താൻ എന്താണോ ഒന്നും മിണ്ടാത്തെ? തന്റെ വായനെന്താ പൂച്ച വെട്ടിയെടുക്കുവാണോ? ഓ ഈ ചേച്ചി. ഡി ഏട്ടാ. അതെ സോറി, ഏട്ടൻ കണ്ടില്ല, അതാ. ആ കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ചേച്ചി എനിക്കൊന്നും പറ്റിയില്ലല്ലോ, വിട്ടേക്ക്. തനു നീ മിണ്ടരുത്. ചേച്ചി നമ്മൾ എത്താൻ ലേറ്റ് ആകും. ഇപ്പൊ തന്നെ ടൈം ഒരുപാടായി. ഓക്കെ, താൻ പറഞ്ഞുകൊണ്ട് ഞാൻ വിടുന്നു. പിന്നെ തന്റെ ഏട്ടന്റെ ഈഗോ സമയം പോലെ അനിയൻ ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്ക്. ഈ ഈഗോയെ അറ്റോട് വെച്ച് എവിടെ എത്താൻ പോകുന്നില്ലെന്ന്. ഡി ഒന്ന് പോടോ. വാ തനു. ഏട്ടാ വന്ന് കേറ്. നീ അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ല അദ്വി? ഏട്ടാ അത് വിട്. ഇനി ഒരിക്കലും നമ്മൾ അവരെ കാണില്ലല്ലോ. ഒരിക്കലും കാണാതിരുന്ന അവൾക്ക് നല്ലത്. ഓക്കെ, നിങ്ങളെ രണ്ടാളെ ഇപ്പോൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ചെയർമാന്റെയും സിഒയുടെയും പി ആയിട്ടാണ്. ഓക്കെ സാർ. അതിഥി ചെയർമാന്റെ പി എയും തൻവി സിഒയുടെയും പി ആണ്. ആ സാർ. സാറുമാർ ഇപ്പോൾ വരും, നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യും. ഓക്കെ സാർ, താങ്ക് യു. ഹായ്, ഹലോ. നിങ്ങളാണല്ലേ ആരവ് സാറിൻ്റെയും അദ്വി സാറിൻ്റെയും പി എ? സാറുമാരുടെ ഫസ്റ്റ് പി എ അല്ലേ ഇവര്? ഫസ്റ്റ് പി എയോ? ആ അതെ, നിങ്ങളാണ് സാറുമാരുടെ ഫസ്റ്റ് പി എ. തൻവിക്ക് കുഴപ്പമൊന്നും കാണില്ല, ബട്ട് അതിഥിക്കാണ് ടാസ്ക്. ടാസ്കോ? എന്ത് ടാസ്ക്? ആരവ് സാറിനാണെങ്കിൽ തൊട്ടേനും പിടിച്ചതിനെല്ലാം ദേഷ്യം. അതുകൊണ്ട് അതിഥി സൂക്ഷ്മം കണ്ടുമൊക്കെ നിൽക്കുന്നതാണ് നല്ലത്. ആ പറഞ്ഞു തരുന്നില്ല, അതേ സാറുമാർ വരുന്നു. ഇയാളോ? ആ ഇവരായിരുന്നോ? അയ്യോ ചേച്ചി, നീ ഇങ്ങ് വന്നേ. ഗുഡ് മോർണിംഗ് സർ. ഇയാൾക്ക് എന്താ ഒന്ന് ചിരിച്ചൂടെ? അത് നീ സാറിന്റെ അടുത്തൊന്ന് പ്രതീക്ഷിക്കേ വേണ്ട. ആ പാവ അതിഥി എന്താവോ എന്തോ. മനു അവർ എത്തിയോ? ആ എത്തി സാർ. അവർ എവിടെ? അവരിവിടെ ഉണ്ടായിരുന്നു സാർ. എന്നിട്ട് എവിടെ? അത് അനു, ആ അവരെവിടെ പോയി? അവർ വാഷ്റൂമിൽ പോയതാ, ഇപ്പൊ വരും. ഓ, അവര് വരുമ്പോ എന്റെ ക്യാബിലോട്ട് വരാൻ പറ. ആ ഓക്കെ സർ. എന്താ ചേച്ചി, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇടി, നമുക്ക് ഈ ജോലി വേണോ? അതെന്താ, നിനക്ക് പേടിയാണോ? പേടിയോ? ഞാനെന്തിനാ അയാളെ പേടിക്കുന്നത്? ഏതാളെ? തനു, നിനക്ക് എൻ്റെ കിട്ടുവേ. ഓക്കെ ഓക്കെ ചേച്ചി, നമ്മൾ ഇവിടുന്ന് വേറെ കമ്പനിയിലോട്ട് പോയാലും ഇതേപോലത്തെ ഒരു നല്ല പൊസിഷൻ അവിടെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇത്ര ആലോചിക്കാൻ എന്താ, കിട്ടില്ല. അതുകൊണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ് നമുക്ക് നല്ലത്. എന്താ? വേറെ ഒരു വഴിയും ഇല്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അതാണ് എൻ്റെ ചേച്ചിക്കുട്ടി. അപ്പം നമുക്ക് അങ്ങോട്ട് പോയാലോ? എൻ്റെ കണ്ണാ, ഇനി ഞാൻ ആ കാലമണ്ട സഹിക്കണമല്ലോ. എന്താ ചേച്ചി? ഒന്നുമില്ല, നീ വാ. സർ, മേ ഐ കം ഇൻ? യെസ്, കം ഇൻ. നിങ്ങളോ? അതെ സാർ, ഞങ്ങളാ. നിങ്ങളല്ലേ? അതെ സാർ, ഞങ്ങൾ തന്നെയാണ്. തനു, ഇത് നിന്റെ ചളി അടിക്കാനുള്ള ടൈം അല്ല. സോറി ചേച്ചി. സാർ, നമ്മൾ തമ്മിലാണ് രാവിലെ ഇഷ്യൂ ഉണ്ടായത്. അതിരിക്കട്ടെ, തന്റെ പേരെന്താ? അതിഥി. സബാഷ്, ഏട്ടനെ പറ്റി കുറച്ചെങ്കിലും അറിഞ്ഞാണല്ലോ അല്ലേ? അറിഞ്ഞു. താൻ പേടിക്കണ്ട. ചേച്ചിക്ക് ഇതൊരു വിഷയമല്ല തനു. പിന്നെ ഏട്ടന് പുതിയ പി എ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യമൊന്നും അറിയില്ല. വാട്ട്? അതെ, അമ്മയുടെ അമ്മാവന്റെ നിർബന്ധത്തിലാണ് ഞാൻ നിങ്ങളെ അപ്പോയിന്റ് ചെയ്തത്. ഏട്ടൻ ഇതൊന്നും അറിയില്ല. അപ്പോ ഇതറിയുമ്പോ സംശയം എന്താ? സ്പോർട്ടിന്റെ സാറ് ചേച്ചിയെ കെട്ടോട്ടിരിക്കും. തനു ഒരാവേശത്തിന് പറഞ്ഞു പോയതാ. നിന്റെ ആവേശത്തിൽ കൂടി പോകുന്നുണ്ട്. എന്തായാലും താൻ വാ, നമുക്ക് നോക്കാം. തൻവി. സാർ. തനിക്ക് മനു ക്യാബിൻ കാണിച്ചു തരും, അങ്ങോട്ട് പോക്കോ. ഓക്കെ സാർ. അതിഥി വാ. ചേച്ചി, ഓൾ ദി ബെസ്റ്റ്. താൻ ഇവിടെ നിൽക്ക്, ഞാൻ വിളിക്കാം. ഓക്കെ. ഹലോ. അമ്മാവാ. അമ്മാവൻ എന്താ ഈ പറയുന്നേ? ഓക്കെ. ശരി. ഓഫ് ഏട്ടാ, നീയാണോ ഇതിന്റെ പിന്നില്? എനിക്കിതിലൊരു പങ്കുമില്ല. ഏട്ടാ, എല്ലാം അമ്മാവന്റെ അമ്മയുടെയും പ്ലാനാ. ഈ അമ്മാവനെ കൊണ്ട്. എന്നാ പിന്നെ ഞാൻ ആ കുട്ടിയെ വിളിക്കട്ടെ? വിളിക്ക്. അതിഥി വാ.
ഇവളെന്താ ഇവിടെ? ഏട്ടാ, ഇതാ ഏട്ടന്റെ പുതിയ PA. വാട്ട്? അദ്വി, നീ എന്താ ഈ പറയുന്നേ? ഇവളാണോ എന്റെ PA? അതെ ഏട്ടാ. ഓ ഗോഡ്. ഡോ, എനിക്കിപ്പോ ഒരു PAയുടെ ആവശ്യമൊന്നും ഇല്ല. അതുകൊണ്ട് താൻ പൊക്കോ. അദ്വി, ഇവിടെ പറഞ്ഞിടാൻ നോക്ക്. ഓ, ഇങ്ങനെ കുന്തം വിഴുങ്ങി നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറ. പറ്റില്ല സാർ. വാട്ട്? ഞാൻ ഇവിടെ വന്നത് സാറിന്റെ PA ആയിട്ട് വർക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ചെയ്തിട്ടേ പോത്തോളൂ. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോ PAയുടെ ആവശ്യമില്ല. സാറിന് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ സാറിന്റെ PA ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ വന്നതാണെങ്കിൽ ഞാൻ സാറിന്റെ PA ആയിട്ടേ വർക്ക് ചെയ്യത്തോളൂ. അദ്വി, നീ പുറത്തോ. ഏട്ടാ, സാറെന്തേ കാണിക്കുന്നേ? ഞാൻ കാണിച്ചില്ലല്ലോ, കാണിക്കാൻ പോന്നേ ഉള്ളല്ലോ. ഞാൻ ലാസ്റ്റ് ആയിട്ട് ചോദിക്കുക, നിനക്ക് ഈ ജോബ് വേണോ വേണ്ടയോ? വേണം. ഒരു ദിവസം നീ തന്നെ എന്നോട് പറയും ഈ ജോബ് വേണ്ടെന്ന്. ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. നിന്ന് വേർക്കാതെ എന്റെ PA ചെല്ല്. ഓ കാലമാണ്. എന്തായി, ഓക്കെ അല്ലേ? ഓക്കെ. ഇനി തന്റെ കയ്യിലാണ് എല്ലാം. ഏട്ടന്റെ ഈ മൂശാട്ട് സ്വഭാവം മാറ്റം തന്നെ കൊണ്ടേ പറ്റൂ. ഞാൻ ശരിയാക്കിക്കോളാം. അതാണ്, എന്ത് ഹെൽപ്പിനും ഞാനുണ്ടാകും. ഓക്കെ? ഓക്കെ. അതിഥി, തന്നെ ആരവ് സാർ വിളിക്കുന്നു. ഓക്കെ മനു, ഞാൻ എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. ചെല്ല്. സാർ. വാ. ഡാ, ഈ ഫയലിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാം കറക്റ്റ് ചെയ്തിട്ട് വാ. വാട്ട്? ഇത്രയും ഫയലോ? എന്താ, പറ്റില്ലേ? പറ്റില്ലെങ്കിൽ ഈ ജോബ് കളഞ്ഞിട്ട് പൊക്കോ. ഓ, എന്റെ ആവശ്യമായി പോയി. അല്ല ഇയാളെ ഞാൻ. വാട്ട്? നത്തിങ് സാർ, ഞാനിത് കറക്റ്റ് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞതാ. എന്നാ എന്റെ PA ചെല്ല്. വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട. കോലമോട്, ഇത്രയും ഫയൽ ഞാൻ എങ്ങനെ ഇന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാനാ? ഇയാൾക്ക് എന്താ ബോധമില്ലേ? എന്റെ കണ്ണാ, തല പെരുക്കുന്നു. ഹലോ. ഇയാളോ? ഫയൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ? 4 മണിയായി. അറിയാലോ, 5 മണി വരെ ഓഫീസുള്ളൂ. അറിയാം. എന്തായാലും ഇത് തീർത്തിട്ടേ ഞാൻ ഇന്ന് പോത്തോളൂ. എന്നാ നിനക്കോളാം. അല്ലേ മോള് ഈ PA പോസ്റ്റ് അങ്ങ് മറന്നേരെ. ഓ, സിസ്റ്റർ അതൊന്ന് പോയി തരുവോ? ഞാൻ പോവാ. ഇത് മനഃപൂർവ്വ. എന്തായാലും തന്റെ മുൻപിൽ ഞാൻ തോറ്റു തരത്തില്ലടോ. ചേച്ചി, കഴിഞ്ഞില്ലേ? ഇല്ല, കുറച്ചും കൂടെ ഉണ്ട്. ഞാനിത് തീർത്തിട്ട് വന്നോളാം, നീ പൊക്കോ. അത് ചേച്ചി, കുഴപ്പമില്ല തനു, ഞാൻ വരാൻ ലേറ്റ് ആകുമെന്ന് അമ്മയോടും അച്ഛനോടും പറഞ്ഞേക്ക്. അല്ല, ചേച്ചി എങ്ങനെ വരും? ഞാൻ വല്ല ക്യാബും ബുക്ക് ചെയ്ത് വന്നോളാം, നീ സ്കൂട്ടി എടുത്ത് പൊക്കോ. ശരി ചേച്ചി, വിളിക്കണേ. വിളിക്കാം. അല്ല, താൻ പോയില്ലേ? ഇല്ല സർ, കുറച്ച് ഫയൽസും കൂടെ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. തൻവി പോയല്ലോ, ഇനി താനെങ്ങനെ പോകും? അവളോട് ഞാനാ പറഞ്ഞത് പൊക്കോളാൻ. ഞാനൊരു ക്യാബിൽ വിളിച്ച് പൊക്കോളാം. ഓ, എനിക്ക് അർജന്റായിട്ട് ഒരാളെ കാണാനുണ്ടായിരുന്നു, അല്ലേ ഞാനിവിടെ നിന്നേനെ. ഏയ്, അത് സാരമില്ല സാർ, സാർ പൊക്കോ, ഇതിപ്പോ കഴിയും. എന്നാ ഓക്കെ, ബൈ. ബൈ സർ. എന്നാ ഞാൻ പോട്ടെ. താൻ പൊക്കോ, ഞാൻ ലേറ്റ് ആകും. ഓക്കെ സർ, ബൈ. ഓ, ടൈം ഇത്രയായോ? ഇവളിതുവരെയായിട്ട് പോയില്ലേ? ഇത്രയും നേരമായിട്ട് താനെന്താ വീട്ടിൽ പോകാന്? ഇയാൾക്ക് എന്താ അൽഷിമാസ് ഉണ്ടോ? ഇത്രയും ഒപ്പിച്ച് വെച്ചിട്ട് ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ? ഡോ, താൻ എന്താ ഒന്നും മിണ്ടാത്തെ? സാറല്ലേ പറഞ്ഞത് ഇതെല്ലാം ഇന്ന് തന്നെ ചെക്ക് ചെയ്യണമെന്ന്. അത് സാരമില്ല, താൻ ബാക്കി നാളെ ചെക്ക് ചെയ്താൽ മതി. ഇല്ല സർ, ഞാനിത് ഇന്ന് തന്നെ തീർക്കും. ഡോ, ഞാൻ പറഞ്ഞില്ലേ ബാക്കി നാളെ ചെക്ക് ചെയ്താൽ മതി. താൻ ഇപ്പൊ വീട്ടിൽ പോകാൻ നോക്ക്. ഇല്ല, ഇത് ഇന്ന് തീർത്തിട്ടേ ഞാൻ ഇന്ന് വീട്ടിൽ പോകത്തോളൂ. സാർ പൊക്കോ. ഈ നേരത്തെ അവളുടെ ഒരു വാശി. അതിഥി, മര്യാദയ്ക്ക് വാ. തന്നോടല്ലേ ഞാൻ പറഞ്ഞത് വരുന്നില്ലെന്ന്. എന്നാ പിന്നെ താൻ ചെയ്തു തരുന്നവരെ ഞാൻ ഇവിടെ ഇരിക്കാം. എന്തേലും ചെയ്യും. അങ്ങനെ കഴിഞ്ഞു. ഇയാൾ ഉറങ്ങിയോ? സാർ സാർ സാർ. എന്താ? കഴിഞ്ഞ്, വാ പോവാം. തന്നെ ഞാൻ കൊണ്ടാക്കാം. അത് വേണ്ട, ഞാൻ ഒരു ക്യാബിന് വിളിച്ച് പൊക്കോളാം. ഈ നേരത്തെ ക്യാബിനൊന്നും കിട്ടില്ല, താൻ വാ, ഞാൻ കൊണ്ടുവിടാം. ശരി. ഇവിടെ നിർത്തിയാൽ മതി. ഓക്കെ, ബൈ. താങ്ക്സ്.
അമ്മാ ചായ. ഓ കിടന്ന് കീറാതെ ചെറുക്കാ വരുന്നു. അല്ല അമ്മ, ഏട്ടൻ ഇന്നലെ എപ്പോഴാ വന്നത്? ഞാൻ ഇവിടെ കുറച്ചു നേരം കാത്തിരുന്നായിരുന്നു. കുറെ നേരമായ പിന്നെ എനിക്ക് അങ്ങ് ഉറക്കം വന്നു. ഞാനങ്ങ് പോയി കിടന്നു. ആ, നല്ല ബെസ്റ്റ് അമ്മ. എന്നാ കൂടി. ആ ആരു വാ ഇരിക്ക്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം. ഏട്ടൻ ഇന്നലെ എപ്പോഴാ വന്നത്? ഞാൻ ലേറ്റ് ആയത് കുറച്ച് പെയിന്റിംഗ് വർക്ക്സ് ഉണ്ടായിരുന്നു. അല്ല, അപ്പൊ അതിഥിയോ? അവളെനിക്ക് മുന്നേ പോയായിരുന്നു. ഓ സംസാരിച്ചിരിക്കാതെ കഴിക്കു പിള്ളാരെ. ശരി മാതശ്രീ. അല്ല, ആ പിള്ളാരെങ്ങനെയുണ്ട്? ഏത് പിള്ളേര്? എടാ നിങ്ങളുടെ PA, അവർ രണ്ടുപേരും എങ്ങനെ ഉണ്ടെന്ന്. ഓ, തൻവി കുഴപ്പമില്ല, വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, നല്ല സ്മാർട്ടാണ്. ഓ അതിഥി എങ്ങനെ ഉണ്ടാരോ? അവളെ പറ്റി പറയാതിരിക്കുന്നത് നല്ലത്. നിങ്ങളൊക്കെ ചേർന്നിന്റെ തല കെട്ടിവെച്ചതല്ലേ? ഏട്ടൻ പറയുന്നത് കേട്ടാ ഏട്ടനെ ഞങ്ങൾ അതിഥിയെ ഏട്ടനെ കൊണ്ട് കെട്ടിപ്പിച്ച കണക്കാണല്ലോ. നിന്റെ നാവിന് ലൈസൻസ് ഇല്ലെന്ന് വെച്ച് എന്തും പറയാന്ന് വിചാരിക്കണ്ട കേട്ടല്ലോ. ഓ, കൂടുതൽ ഡയലോഗ് അടിക്കാതെ കഴിച്ചിട്ട് പോവാൻ നോക്ക്. നീ എവിടെ പോന്ന്? കഴിക്കുന്നില്ലേ? എനിക്ക് മതി, ഞാൻ ഓഫീസിൽ പോവാം. അമ്മ അത് കാര്യാക്കണ്ട, മോൻ കഴിക്ക്. തനു മര്യാദയ്ക്ക് എഴുന്നേറ്റോ. അമ്മ ഞാനല്ല, ചേച്ചി കിടന്നുറങ്ങുന്നേ. ഇവക്കിതെന്ത് പറ്റി? ഇന്നലെ ഓഫീസിൽ നിന്ന് വർക്കൊക്കെ ചെയ്ത് വന്നപ്പോൾ ലേറ്റായി, അതുകൊണ്ടാ. എന്തായാലും നീ അവളെ വിളിക്കുക, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം. റെഡിയായി രണ്ടാളും താഴേക്കുവാ. ആ ശരി അമ്മ. ചേച്ചി ചേച്ചി എന്തൊരു കിടപ്പാ ചേച്ചി, എഴുന്നേക്കാൻ ഉദ്ദേശമൊന്നും ഇല്ലേ? എടി ചേച്ചി എഴുന്നേക്കാൻ. ഓ എൻ്റെ തനു, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കീറുന്നേ? ഓ ഇങ്ങനെ കിടന്നോ, ഓഫീസിലൊന്നും പോകണ്ടേ? സമയം എത്രയെന്നൊന്നും നോക്കിയേ. അയ്യോ 8 മണിയോ? ആ കാലമാടനെ എന്നെ കൊല്ലും. പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വാ, അല്ലെങ്കിൽ ചേച്ചിയുടെ കാലമാടൻ ചേച്ചിയെ വെട്ടിക്കരി അടുപ്പേ വെക്കും. ഒന്ന് പോടി, ഞാൻ താഴോട്ട് പോവാണേ. ആ നീ ചെല്ലു, ഞാൻ വരാം. ഓ എൻ്റെ കണ്ണാ, നീ നല്ലൊരു പണിയാണല്ലോ എനിക്ക് തന്നത്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ചേച്ചി നീ വരുന്നില്ലേ? എടി നീ പൊക്കോ, ഞാൻ ലേറ്റ് ആകും. ശരി, ഇപ്പൊ ഞാനാരേ? ശശി ഓർ സോമൻ. ദേ തന്റെ തല്ലിയെന്നുള്ള പേര് പറയിപ്പിക്കരുത്. നീതു, നീ വിളിച്ചായിരുന്നോ? ഞാൻ ദാ വരുന്നേ. പാവം പേടിച്ചു പോയി. അമ്മ ഞാൻ പോവാണേ. ആ ഓക്കെ. നിങ്ങൾ എന്തൊക്കെയാ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? ആ അതിഥി എവിടെ പോയി കിടക്കുന്നു? മനു സാർ, എന്താടോ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? ഇതൊക്കെ ഒരു ഡിസൈൻ ആണോ? തനിക്കൊന്നും ബോധമില്ലേ? അത് സാർ. ആ അതിഥി എന്തിയേ? അതിഥി ഇതുവരെയായിട്ടും വന്നില്ല സാർ. വന്നില്ലേ? ലീവ് പറഞ്ഞായിരുന്നോ? ഇല്ല സാർ. ലീവും പറഞ്ഞിട്ടില്ല, സമയത്തിന് എത്തിയിട്ടുമില്ല. ഇവളൊക്കെ എവിടെ പോയി കിടക്കുന്നു? ഞാൻ 1 hour സമയം തരും. അതിനുള്ളിൽ എനിക്ക് ഈ ഡിസൈൻ കറക്റ്റ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ബാക്കി അപ്പോൾ ഓൾ ഓഫ് യു ഗെറ്റ് ഔട്ട്. ഇങ്ങ് വരട്ടെ, അവള് കൊടുക്കുന്നുണ്ട് ഞാൻ. സർ. ഓ എത്തിയോ? സർ ഐ ആം റിയലി സോറി. ഞാൻ ഷട്ട് അപ്പ്. തനിക്ക് ബോധമില്ലേ? ഒരു ഓഫീസിൽ കയറേണ്ട ടൈമാണോ ഇത്? അറ്റ്ലീസ്റ്റ് താൻ ഇവിടുത്തെ PA അല്ലേ? അതിന്റെ പഞ്ച്വാലിറ്റി എങ്കിലും ഒന്ന് കാണിക്ക്. ഇങ്ങനെ മുഖം കുറിച്ചിരുന്നാൽ മതിയല്ലോ. അതെങ്ങനാ, വീട്ടുകാരെ പറഞ്ഞാൽ മതിയല്ലോ. സർ പ്ലീസ്, എന്നെ എന്ത് വേണേലും പറഞ്ഞു, ബട്ട് എൻ്റെ വീട്ടിലിരിക്കുന്നവരെ ഒന്നും പറയരുത്. നീ ഇന്ന് വാചകം അടിക്കാതെ ഇറങ്ങി പോടോ. സർ. ഗെറ്റ് ഔട്ട്. ഏട്ടാ, ആ വാ. ഇതെന്താ നിന്റെ കയ്യില്? ഇത് ജോസഫിന് കൊടുക്കാനുള്ള ഫയലാ. ഇതെന്തിനാ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതൊന്നും പറയണ്ട എൻ്റെ ഏട്ടാ. ഇത് കൊടുക്കാൻ വേണ്ടി ഞാൻ പോയപ്പോൾ ലിഫ്റ്റ് വർക്കാവുന്നില്ല. എന്നിട്ട് ഞാൻ ശരിയാക്കാൻ ആളെ വിളിച്ചിട്ടുണ്ട്. അവർ വരാൻ ലേറ്റ് ആകും. ഓ എന്നാ നീ ഇത് ഇങ്ങ് തന്നേരെ. എനിക്ക് എന്തായാലും ഒരു മീറ്റിംഗ് ഉണ്ട്, അപ്പം ഞാൻ കൊടുത്തോളാം. ഓ വലിയ ഉപകാരം, ഞാൻ പോവുകയാണേ. ഇത് വെച്ചൊരു പണി കൊടുത്താലോ? ഹലോ മനു, അതിഥിയോട് എൻ്റെ ക്യാബിനിലോട്ട് വരാൻ പറ. സർ. വാ. എന്താ സാർ വിളിച്ചേ? ദാ ഈ ഫയല് 3rd ഫ്ലോറിലെ ജോസഫിന് കൊടുത്തിട്ട് വാ. 3rd ഫ്ലോറിലെയോ? അതെ. എന്താ? അത് സാർ ലിഫ്റ്റ് കംപ്ലൈൻ്റ് ആണ്. അതിന് സ്റ്റെയർ കേസ് ഉണ്ടല്ലോ. അത് എന്താ, തനിക്ക് പോകാൻ പറ്റില്ലേ? അതല്ല സാർ, ഞാൻ പൊക്കോളാം. എന്നാ ചെല്ല്.